ഹലോ ചങ്ങായിസ്, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോ എന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ഗോൾഡ് ഓർണമെന്റ്സിനെ പറ്റിയിട്ട് അപ്പൊ ഒരു ചിന്ത വരുമല്ലോ, അതും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. ഓക്സിഡൈസ് ഓർണമെന്റ്സ് ആകുമ്പോൾ എന്തെങ്കിലും ഫ്ലോപ്പ് പറ്റിയാൽ തന്നെ നമുക്ക് കുഴപ്പമില്ല. ആ സമയം ഗോൾഡ് ജ്വല്ലറീസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി സൂക്ഷിച്ച് തന്നെ ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു ട്രിക്ക് കൂടിയാണ്. നല്ല രീതിയിൽ അഴുക്ക് പോട്ടോ, അതിന്റെ കളറെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും, നല്ല കളർ കിട്ടും എന്ന് എഴുതിയിട്ട് ഗോൾഡ് ജ്വല്ലറീസിനൊന്നും ഒരു പ്രശ്നം വരില്ല. അത് ഞാൻ ഷുവർ ആയിട്ട് പറയാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എന്താ ഈ കാണുന്ന പാദസരമാണ് ഞാൻ ഇന്ന് വൃത്തിയാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഓർണമെന്റ്സ് ആണോ ഇപ്പൊ കുറച്ച് വൃത്തിയാക്കേണ്ടതായിട്ടുള്ളത്, കുറച്ച് നിറമൊക്കെ മങ്ങി അഴുക്ക് പിടിച്ചിരിക്കുന്നതായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കുക. ഞാൻ പാദസരമാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ചേറെ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അത് തിളച്ച വെള്ളം എന്നിട്ട് നമുക്കൊരു കുഞ്ഞു ബൗളിലേക്ക്, അതായത് നമ്മുടെ ഓർണമെന്റ് മുങ്ങിക്കിടക്കാൻ പറ്റിയ ഒരു ബൗളിലേക്ക് എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഷാമ്പു ആയാലും നമുക്ക് ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. സോപ്പ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതിനാണ് നല്ലത്. ഷാമ്പു ആണ് യൂസ് ചെയ്യേണ്ടത്. ഏത് ഷാമ്പു ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അപ്പം എനിക്ക് ഇച്ചിരി പത കുറവായതിൻ്റെ പേര് ഞാൻ കുറച്ചും കൂടി ഷാമ്പു ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പതഞ്ഞ് കിട്ടുന്നവരെ ഷാമ്പു ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഓർണമെന്റ്സ് എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 30 മിനിറ്റ് നേരത്തേക്ക് അതിനെ വെയിറ്റ് ചെയ്യണം. ഒന്ന് ജസ്റ്റ് അതൊന്ന് മുക്കി വെച്ചതിന് ശേഷം 30 മിനിറ്റ് സമയത്തേക്ക് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് അതൊന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 30 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ഞാൻ എൻ്റെത് 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാനിനി അതെടുക്കുകയാണ്. ഇനി എന്നിട്ട് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടത് ഉരച്ച് കഴുകണം. അതായത് നിങ്ങൾ മാക്സിമം അഴുക്ക് പോകുന്ന പോലെ തന്നെ ഉരച്ച് കഴുകുക. നിങ്ങൾ എത്ര നേരം കുതിർക്കാനിടുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ 30 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ എടുത്ത ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ഉള്ള ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം കൂടി ഇടുക. അപ്പോൾ നിങ്ങൾ ആ സമയം എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നിട്ട് ഒരുപാട് നേരം അത് ചൂടുവെള്ളത്തിൽ ഇടാതിരിക്കുന്നതന്നെയാണ് നല്ലത്. അപ്പോൾ എന്താ ഞാനിപ്പം ഉരച്ച് കഴിയതിന് ശേഷം അതൊരു നല്ല വെള്ളത്തിൽ മുക്കി ടവലിൽ അല്ലെ ടിഷ്യൂ പേപ്പറിൽ എന്താ വെച്ചാൽ തുടച്ചെടുക്കുകയാണ്. നല്ല വെള്ളത്തിൽ കഴുകി എടുക്കുക. അതായത് ഇപ്പം നല്ല കളർ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും വീഡിയോയിൽ. വീഡിയോ കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കാണാം. കണ്ടോ, അഴുക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട്, നന്നായിട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ 30 മിനിറ്റല്ലേ കഴുകാനിട്ടുള്ളൂ. നന്നായിട്ട് അഴുക്കുള്ളതിൻ്റെ പേരിലാണ് അത് 30 മിനിറ്റ് കൊണ്ട് പോകാഞ്ഞത്. അപ്പം നിങ്ങൾ മാക്സിമം അത് കുതിർത്ത് വെക്കാൻ തന്നെ നോക്കുക. കുതിർന്നിരിക്കുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ബ്രഷ് ഇട്ട് കഴുകുമ്പോൾ അതിലെ അഴുക്കൊക്കെ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്ക്. അതായത് ഇപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം കൊലുസ് ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ഇപ്പോൾ അതിന് നല്ല കളർ വ്യത്യാസമുണ്ട്. ഇടയ്ക്കൊക്കെ മാത്രം കുറച്ച് അഴുക്കിരിപ്പുള്ളൂ. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്റെ ആ ഒരു വീഡിയോയിലുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടല്ലോ. തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു ഇൻഫർമേഷൻ ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, എത്ര നേരം വെള്ളത്തിൽ ഇടുന്നു അത്രയും അതിനകത്ത് കയറിയിട്ടുള്ള ഡസ്റ്റ് ഒക്കെ കുതിർന്ന് ഇളകിയിട്ട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമ്മുടെ ഓർണമെന്റ്സ്. അതുകൊണ്ട് അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.